സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അങ്ങനെ നാം ഏവരും ആഗ്രഹിച്ച, അല്ലെങ്കിൽ ലോകം തന്നെ മുഴുവനും ആഗ്രഹിച്ച ഒരു രീതിയിലേക്ക് ഇറാനും അമേരിക്കയും തമ്മിലുള്ള യുദ്ധം അവസാനിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തയാണ് ഇന്ന് ലോകമാധ്യമങ്ങളിൽ ആകെ നിറഞ്ഞു നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ ഒരു യുദ്ധം അവസാനിക്കുമ്പോൾ ആരാണ് വിജയിച്ചത് എന്ന ചോദ്യം ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയായി നിലനിൽക്കുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു കരാറിലേക്ക് എത്താൻ പോകുന്നു. വെള്ളിയാഴ്ച സ്വിറ്റ്സർലാൻഡിൽ അത് ഒപ്പിടുമെന്നും, എന്നാൽ ആ കരാറിന് വേണ്ടി ഒരു മെമ്മോറാണ്ടം തയ്യാറായിട്ടുണ്ടെന്നും അത് ഇരുവിഭാഗവും ആ ഒരു ധാരണാപത്രം അംഗീകരിച്ചു എന്നുമുള്ള വാർത്തയാണ് ഇന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ മുഴുവനും പുറത്തു വന്നത്. അതായത്, പക്ഷേ നമ്മൾ ഇതിൽ ഏറ്റവും വലിയ വിഷയമായി കാണുന്നത് അമേരിക്കയും ഇറാനും ഒരു വളരെ കാലം നീണ്ട ഒരു ചർച്ചയ്ക്ക് വിരാമമിട്ടുകൊണ്ട് ഇത്തരത്തിലൊരു മെമ്മോറാണ്ടം ഇരുവരും അംഗീകരിക്കുന്നതിലേക്ക് എത്തുമ്പോൾ ഈ യുദ്ധത്തിന്റെ പ്രധാന സൂത്രധാരനായ അമേരിക്കയെയും കൂടി ഈ യുദ്ധത്തിലേക്ക് ചാടിച്ച ഇസ്രയേൽ പൂർണ്ണമായും ടെൻഷനിലാണ്. അവർക്ക് പൂർണ്ണമായും തൃപ്തിയായിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ കരാറിന്റെ പല ഘട്ടങ്ങളിലും US-ഉം ഇറാനും തമ്മിൽ കരാറിലേക്ക് എത്താൻ നോക്കുന്ന സമയത്ത് മുൻകാലങ്ങളിൽ പോലും ഇസ്രയേൽ അതിന് ഒരു വിലങ്ങ് തടിയായി വരികയും കരാറിലെത്താതിരിക്കുവാൻ വേണ്ടി പരമാവധി ശ്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അതായത്, അവരാഗ്രഹിച്ചതുപോലെയുള്ള ഒരു കരാറിലേക്ക് ഇന്നും എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് തന്നെയാണ് ഇസ്രയേലിന്റെ ഈ മൗനത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഈ കരാറ്, ഈ മെമ്മോറാണ്ടം ഇരുവിഭാഗവും ധാരണാപത്രം അംഗീകരിച്ചതോടുകൂടി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അത് എക്സിലൂടെ അനൗൺസ് ചെയ്യുകയും പിന്നീട് ട്രംപും ഇറാനും അത് നിലവിൽ വന്നു, ഇരുവിഭാഗവും അംഗീകരിച്ചു എന്ന് കൺഫേം ചെയ്യുകയും ചെയ്തുവെങ്കിലും ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ പ്രതികരണവും ഉണ്ടായില്ല. ഈ ഒരു ധാരണാപത്രത്തിൽ ഇരുവിഭാഗവും ഒരു കരാറിൽ എത്തുന്നതോടുകൂടി ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായും തുറക്കപ്പെടുകയും, അതായത് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഹോർമുസ് തുറക്കണമെങ്കിൽ സ്വിറ്റ്സർലാൻഡിൽ വെള്ളിയാഴ്ച ഒപ്പുവെച്ചതിന് ശേഷമായിരിക്കും അത് നടക്കുന്നത്. പക്ഷേ ഇറാന്റെ മേലുള്ള ബ്ലോക്കേഡ് പൂർണ്ണമായും അവസാനിച്ചു കഴിഞ്ഞു എന്ന് ട്രംപ് പ്രഖ്യാപിക്കുകയും അങ്ങനെ ലോകത്ത് എണ്ണവിലയിൽ വളരെ വലിയ ഒരു താഴ്ച ഉണ്ടാവുകയും ലോകം ഒന്നാകെ ആശ്വാസത്തിലേക്ക് എത്തുകയും ചെയ്യുമ്പോഴാണ് ഇസ്രയേലിന്റെ പല മന്ത്രിമാരും, അതായത് ഫൈനാൻസ് മിനിസ്റ്റർ സ്മോട്രിച്ച് പറയുന്നത്, ഈ ഒരു കരാർ, US-ഉം ഇറാനും തമ്മിൽ വരാൻ പോകുന്ന കരാർ ഇസ്രയേലിനും ലോകത്തിനും തന്നെ ദോഷമാണ് എന്നാണ്. അതായത്, ഈ കരാറിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് ലെബനാനിൽ യുദ്ധം ഇസ്രയേൽ നിർത്തുക എന്നുള്ളത്. ഇസ്രയേല് അമേരിക്ക പറയുന്നത് പോലെ അംഗീകരിക്കുകയല്ലാതെ ഇസ്രയേലിന്റെയും ബെന്യാമിൻ നെതന്യാഹുവിന്റെയും മുന്നിൽ മറ്റൊരു മാർഗമില്ലെന്ന് ഇക്കഴിഞ്ഞ ദിവസം പോലും ട്രംപ് ഊന്നിപ്പറയുകയും ചെയ്തപ്പോൾ ലെബനാനിലെ ആക്രമണം നിർത്തില്ല എന്നാണ് സ്മോട്രിച്ച് അടക്കമുള്ള തീവ്ര വലതുപക്ഷ മന്ത്രിമാർ ഇസ്രയേലിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ബെന്യാമിൻ നെതന്യാഹു ഈ കരാർ നിലവിൽ വന്നതിന് ശേഷം ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്നുള്ളതാണ്. ബെന്യാമിൻ നെതന്യാഹു ഇസ്രയേലിലെ തീവ്ര വലതുപക്ഷകർക്കിടയിൽ ഒരു വലിയ സമ്മർദ്ദത്തിലാണ് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ കരാറിന്റെ ഏറ്റവും വലിയ വെല്ലുവിളി ഇസ്രയേൽ ലെബനാനിൽ ആക്രമണം നിർത്തുമോ എന്നുള്ളത് തന്നെയാണ്. ഈ കരാറിന്റെ ഇടനിലക്കാരനായ ഷഹബാസ് ഷെരീഫും പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അമേരിക്കയും ഇറാനും തവണകളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലെബനാനും ഈ കരാറിന്റെ ഭാഗമാണ് എന്നാണ്. ഇറാൻ ഈ കരാർ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ലെബനാനിലും യുദ്ധം നിർത്തും എന്നുള്ളതാണ് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ ഈ കരാർ നിലവിൽ വന്ന് കഴിഞ്ഞാൽ ആർക്കാണ് നേട്ടം എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം. ഈ കരാറിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ ലോകമാധ്യമങ്ങളിൽ ഇപ്പോഴും ലഭ്യമല്ലെങ്കിലും അതൊരു പക്ഷേ വെള്ളിയാഴ്ച സ്വിറ്റ്സർലാൻഡിൽ ഒപ്പുവെച്ചതിന് ശേഷമായിരിക്കും ഒരു ഏകദേശ രൂപരേഖ അല്ലെങ്കിൽ പൂർണ്ണമായി എന്താണ് നടക്കുന്നത് എന്ന് പുറത്തു വരാൻ സാധ്യത എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇക്കഴിഞ്ഞ ദിവസത്തിൽ മുഴുവനായും ചർച്ചയിൽ കൊണ്ടുവന്നതും ഇറാൻ ഈ ഒരു ചർച്ചയ്ക്ക് ഇരിക്കണമെങ്കിലും അംഗീകരിക്കണമെങ്കിലും എന്തൊക്കെയാണ് മുന്നോട്ട് വെക്കുന്നതെന്നും ഇസ്രയേലി മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ ഈ ഒരു കരാർ നിലവിൽ വരുന്നതോടുകൂടി ഇറാന് വളരെ വലിയ ഒരു ആശ്വാസം ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഹോർമുസ് കടലിടുക്ക് ഇറാൻ തുറന്നു കൊടുക്കണം. പക്ഷെ ഹോർമുസ് കടലിടുക്ക് യുദ്ധത്തിന് മുമ്പും തുറന്നിരുന്ന, ആരും പിടിച്ചു വെക്കാത്ത, അടച്ചിട്ടില്ലാത്ത ഒരു മേഖലയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇസ്രയേലും അമേരിക്കയും ഇറാനിലേക്ക് യുദ്ധം ആരംഭിച്ചിട്ടും അവർ യുദ്ധം ചെയ്തിട്ടും ഇറാനിൽ ഒരു ഭരണമാറ്റം ഉണ്ടാക്കുകയും
അതുപോലെ തന്നെ യുറേനിയം, സമ്പുഷ്ടീകരിച്ച യുറേനിയം നശിപ്പിക്കുകയുമാണ് ലക്ഷ്യമെങ്കിൽ ഇത് രണ്ടും കഴിയാതെ ഇറാനിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ ഏതൊരവസ്ഥയിലാണോ ഇറാൻ ഉണ്ടായിരുന്നത്, അതായത് ഇറാൻ കടുത്ത സാമ്പത്തികമായ പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയും ഇറാനിൽ തന്നെ ഒരു വലിയ പ്രക്ഷോഭം പൊട്ടിപ്പുറപ്പെടുകയും ചെയ്ത സന്ദർഭത്തിലായിരുന്നു ഇസ്രയേലും അമേരിക്കയും ഇറാനിൽ ആക്രമണം നടത്തിയത്. പക്ഷേ ഈ കരാർ നിലവിൽ വരുന്നതോടുകൂടി ഇസ്രയേലി മാധ്യമങ്ങളും ലോകമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് 24 ബില്യൺ വരുന്ന ഇറാന്റെ ഫ്രീസ് ചെയ്തിരിക്കുന്ന തുക, അവരുടെ ഒരു വലിയ അസറ്റ് അവർക്ക് വിട്ടുകൊടുക്കണം എന്നുള്ളതാണ് ഈ കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുതന്നെ കരാർ ചർച്ച ചെയ്യുന്നതിലേക്ക് പോകുന്നതിന് മുമ്പ് 12 ബില്യൺ US$ ഇറാന് വിട്ടു നൽകണം. എന്നാൽ മാത്രമേ ഇറാൻ വരും ഭാവിയിലുള്ള ചർച്ചയ്ക്ക് ഇരിക്കുകയുള്ളൂ എന്ന വ്യവസ്ഥ കൂടി ഇതിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇറാന് അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഏറ്റവും വലിയ ഒരവസരമായി മാത്രമേ ഈ കരാറിനെ ഇസ്രയേൽ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. ഈ കരാർ കൊണ്ട് ഒരു ലാഭവുമില്ല എന്ന് ഇസ്രയേൽ കണക്ക് കൂട്ടുന്നത്. അത് മാത്രവുമല്ല, ഈ കരാർ നിലവിൽ വരുന്നതോടുകൂടി ഇറാന്റെ മേലുള്ള ഉപരോധങ്ങൾ നീങ്ങുകയും ഇറാൻ ആവശ്യത്തിലധികം എണ്ണ ലോകരാജ്യങ്ങളിലേക്ക് വിൽപ്പന നടത്തുകയും ഇറാൻ ഒരു വലിയ സാമ്പത്തിക കൊയ്ത്ത് നേടുകയും ചെയ്യും എന്നാണ് ഇസ്രയേൽ കരുതുന്നത്. അതുപോലെ തന്നെ ഇസ്രയേൽ കരുതുന്നത് ഈ കരാറിന്റെ പൂർണ്ണമായ കാര്യങ്ങൾ ഇറാൻ ഒരുപക്ഷെ അംഗീകരിക്കാൻ സാധ്യതയില്ലെന്നും, പക്ഷേ ചെറിയ ഇടവേളകളിൽ തന്നെ ഈ ഒരു കരാർ നിലവിൽ വരുന്നതോടുകൂടി തന്നെ അവർക്ക് ബില്യൺ കണക്കിന് ഡോളർ ലഭിക്കുകയും അവർ ആവശ്യത്തിലധികം എണ്ണ ലോകരാജ്യങ്ങളിലേക്ക് വിൽക്കപ്പെടുകയും അവർ ഇതുവഴി വലിയ ഒരു സാമ്പത്തിക നേട്ടം കൊയ്യും എന്നും തന്നെയാണ് ഇസ്രയേൽ കരുതുന്നത്. പക്ഷേ അമേരിക്കക്ക് GCC രാജ്യങ്ങളിൽ നിന്നുള്ള പ്രഷർ മൂലവും ലോകരാജ്യങ്ങളിൽ നിന്നുള്ള പ്രഷർ മൂലവും ഈ ഒരു അവസ്ഥയിൽ ഇറാന്റെ മുന്നിൽ കീഴടങ്ങുകയല്ലാതെ മറ്റൊരു രക്ഷയുമില്ലായിരുന്നു. കാരണം ഇറാൻ അത്രമേൽ വാശിയിലായിരുന്നു എന്നുള്ളതാണ്. ഒരു പൂർണ്ണമായ കീഴടങ്ങലിന് ഈ ഒരു കരാർ നിലവിൽ വന്നതിന് ശേഷം ഇറാന്റെ സേന പറഞ്ഞത്, ഇറാന്റെ ആർമി ഖാത്തമുൽ അംബിയ പുറപ്പെടുവിച്ച പ്രസ്താവന എന്ന് പറയുന്നത് തീർച്ചയായും അമേരിക്കക്കും സയനിസ്റ്റ് ഭരണകൂടത്തിനും ഇറാന്റെ ശക്തി മനസ്സിലായിരിക്കുന്നെന്നും പൂർണ്ണമായും കീഴടങ്ങുകയല്ലാതെ അവർക്ക് യാതൊരു നിവൃത്തിയുമില്ലെന്നും അവർ പ്രസ്താവിച്ചു എന്നുള്ളതാണ്. എന്നാൽ ഈ പ്രസ്താവന പുറത്തു വന്നതിന് ശേഷം ഇസ്രയേലിൽ നിന്ന് അതിനെതിരെ വലിയ പ്രതിഷേധമുണ്ടായി എന്നുള്ളതാണ്. ഇസ്രയേലിനെയും അമേരിക്കയെയും ഇറാന്റെ ആർമി നാണം കെടുത്തുന്ന ഒരു പ്രസ്താവനയാണ് ഇത് എന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തു എന്നുള്ളതാണ്. ഏത് രീതിയിൽ നോക്കിക്കഴിഞ്ഞാലും ഇറാന് അവരുടെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാംനയെ നഷ്ടപ്പെട്ടു എന്നതൊഴിച്ചു കഴിഞ്ഞാൽ അമേരിക്കക്ക് ഈ യുദ്ധത്തിൽ വളരെ വലിയ നാശനഷ്ടങ്ങൾ വിതക്കുവാനും അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുവാനും ഭാവിയിൽ ഇറാന് ഒരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് എത്തുവാനും സാധ്യതയുണ്ടാക്കുന്ന ഒരു കരാറിലേക്കാണ് ഇറാൻ പോകുന്നത് എന്ന് തന്നെയാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ യുദ്ധത്തിൽ ഇസ്രയേലും അമേരിക്കയും അവരുടെ യുദ്ധലക്ഷ്യങ്ങളായ ഒന്നും നേടാതെ തന്നെ ഇറാനുമായി നിരുപാധികം ഒരു കരാറിലേക്ക് എത്തുകയും എന്നാൽ ഈ കരാറ് മുഖേന ഇറാന് ഭാവിയിൽ വളരെ വലിയ നേട്ടങ്ങൾ കൊയ്യാൻ സാധ്യതയുണ്ടാക്കുകയും ചെയ്യുന്നതാണ് എന്ന് തന്നെയാണ് നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്. വരും വിവരങ്ങൾ വരും ഭാവിയിൽ നമുക്ക് വരുന്നത് പ്രകാരം ചർച്ച ചെയ്യാവുന്നതാണ്. തൽക്കാലം വിട, നമുക്ക് വീണ്ടും കാണാം.